ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. സന്തോഷമായിരിക്കണം. സന്തോഷമായിരിക്കാൻ സാഹചര്യങ്ങളൊന്നും അനുകൂലമാകണ്ട. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. പക്ഷേ എപ്പോഴും ഒന്നും പറ്റുന്നില്ല അല്ലേ? അപ്പൊ എപ്പോഴും ഒന്നും സന്തോഷിക്കാനൊന്നും പറ്റൂല എന്നാണ് നമ്മുടെയൊക്കെ അനുഭവം. പക്ഷെ വചനം പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഓക്കെ, നിങ്ങൾ സന്തോഷമായിരിക്കണം. നമ്മുടെ വിഷയം വാക്സിനും വചനവും, അതാണ് ഇന്നലത്തെ വിഷയം അല്ലേ? എന്നാൽ ഇന്നത്തെ വിഷയം വാക്സിനും മരുന്നും. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോ ഉദാഹരണം പറയുന്നത് ഓർക്കാനാണേ. വാക്സിനേഷൻ എടുക്കുന്നത് രോഗിക്കല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ്, രോഗം വന്നവർക്കല്ല. രോഗം വന്ന ശേഷം പിന്നെ ഈ ഒരു മരുന്ന് പ്രയോജനമില്ല, ഈ വാക്സിൻ പ്രയോജനം. എന്നാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം, പ്രാർത്ഥനയോടെ കേട്ടാട്ടെ. ഈ ദൈവവചനം രോഗം വരാതിരിക്കാനും വന്ന ശേഷവും ഉപയോഗിക്കണം. ഈ വാക്സിൻ, വചനമെന്ന വാക്സിൻ, രോഗം വരാതിരിക്കാനും വന്ന ശേഷവും ഇഫക്റ്റീവാണ്. ഒരു ഹല്ലേലൂയ പറയണ്ടേ? സ്തോത്രം. ലോകത്തിൽ ഒരു വാക്സിനും ആ നിലയിൽ പ്രയോജനപ്പെടുത്തും. എന്നാൽ ഇത് രണ്ടിനും കൊള്ളാം. സ്തോത്രം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ സകല അനീതിയും പോക്കി നമ്മളോട് ക്ഷമിക്കും, നമ്മെ ശുദ്ധീകരിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പൊ ശുദ്ധീകരണം തരുന്നത് യേശുവിന്റെ രക്തമാണ്. പക്ഷെ അതിൻ്റെ ഇൻഫർമേഷൻ തരുന്നത് വചനം. വചനം രോഗം വരുന്നതിന് മുമ്പ് മാത്രമല്ല, വന്ന ശേഷം ഉപയോഗിക്കും. ഒത്തിരി വിശദമായിട്ട് പറയാനുണ്ട്. പാപിക്ക് വചനം വിലക്കപ്പെട്ട കനിയാണോ? ആവരുത്. അങ്ങനെയുള്ള മതങ്ങൾ ഉണ്ട്. രക്ഷപ്പെടരുത്. അശുദ്ധൻ ഇത് കൈകൊണ്ട് തൊടരുത്. കള്ളുഷാപ്പിന്റെ വാതുക്കൽ നിന്നാണോടാ ബൈബിൾ പ്രസംഗിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കോതമംഗലത്തൊരു പുതിയ ബാറ് വന്നപ്പോ അതിന്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പബ്ലിക് മീറ്റിംഗ് നടത്തിയപ്പോൾ ഞങ്ങളുടെ വിശ്വാസികളുടെ ഇടയിലെ ചില പ്രായമുള്ള മൂപ്പന്മാർ ചോദിച്ചു, എന്റെ നേരെ ചോദിക്കാൻ മേലാഞ്ഞിട്ട് മറ്റുള്ളവരോട് ചോദിച്ചു, കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണോ ബൈബിൾ പ്രസംഗിക്കുന്നത്? ഞാൻ നേരിട്ട് എന്ന് ചോദിച്ചു, ഇനി അല്ലാതെ പള്ളിക്കകത്താണോ പ്രസംഗിക്കണ്ടേ? ഈ കള്ളുഷാപ്പിന്റെ അവിടെ നിൽക്കുന്നവർ നമ്മുടെ പള്ളി വരുവോ? ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര വിളിക്കാൻ വന്നത്. പൗലോസ് ചന്തയിലാ പ്രസംഗിച്ചത്. ചന്തസ്ഥലത്ത് പ്രസംഗിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിച്ചിട്ടുണ്ടോ? എൻ്റെ സ്നേഹിതർ ജയിലുകളിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയം തോന്നുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ ടീമിലുണ്ട്. ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറയുക, ഈ ഹോട്ടലിൻ്റെ മാനേജറെ ഞാൻ അടിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് താടിയില്ലായിരുന്നു. ഇപ്പൊ ഈ താടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പിടികിട്ടിട്ടില്ല. നിങ്ങളൊക്കെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ പരിചയപ്പെടുന്നില്ല. പക്ഷെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് അങ്ങേരോട് സ്നേഹബന്ധം സ്ഥാപിച്ചു. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ആളൊരു വാടക ഗുണ്ടയായിരുന്നു. പുള്ളിയുടെ ആവശ്യത്തിനല്ല, വേറൊരാൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടോ.
അയാളെയും ഈ വചനം രക്ഷിച്ചു. എങ്ങനെ? ജയിലിൽ പോയ സുവിശേഷകൻ. ഇദ്ദേഹം ജയിലിൽ കിടന്നതാ. അപ്പൊ പാപം ചെയ്യാതിരിക്കാൻ വചനം, പാപം ചെയ്തവർക്കും വചനം. എന്റെ ദൈവമേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. എന്തോ ഒരു മാധുര്യമേറിയ വചനമാണ്. ഇന്നും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നത് നിന്റെ വചനത്തിന്റെ വെളിപ്പാടും വെളിച്ചവുമാണ്. അത് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ പവർ വിഷനെ ദൈവം തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ തുടർന്ന് വരുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രോഗ്രാമിലൂടെ ദൈവമക്കൾ ഇനിയും വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു ശുദ്ധീകരണത്തിന്റെ ദിവസമായി അതിനെ തീർക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.